ലാലേട്ടൻക്ക് വളരെ ചെറിയൊരു കാമിയോ റോളുള്ളൂ. വളരെ ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതില്ല. മമ്മൂക്കയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഭയങ്കരമായ ചർച്ചയാണ്. ലാലേട്ടൻക്ക് വളരെ ചെറിയൊരു കാമിയോ റോളുള്ളൂ. അത് വളരെ ഗംഭീരമായിട്ട് ലാലേട്ടൻ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കും. വളരെ ചെറിയ കാമിയോ റോളുള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും എന്ത് ചെയ്യുന്നത്, ചർച്ചയായിട്ടും അതുപോലെ തന്നെ കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നത്. പക്ഷേ ലാലേട്ടൻ്റെ കാമിയോ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാമിയോ റോളല്ല, 50 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ റോള് തന്നെയാണ് ആർക്കുള്ളത്, ലാലേട്ടൻക്കുള്ളത്. ഇനി ലാലേട്ടൻ്റെ റോള് വളരെ ചെറുതാണ്, കാമിയോ റോള് വളരെ ചെറുതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, പുച്ഛിക്കാൻ നിൽക്കണ്ട. ലാലേട്ടൻ്റെ 50 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5 മണിക്കൂറല്ല, 50 മണിക്കൂറല്ല, അതൊക്കും മേലെ എന്നൊക്കെ പറയില്ല. അതിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ റോളാണ് ഈ ലാലേട്ടൻ്റെ റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നായകന് ഒപ്പം നിൽക്കുന്ന നായകൻ എന്നൊക്കെ പറയില്ലേ, നായകന് ഒപ്പം നിൽക്കുന്ന നായകൻ. കാരണം താരരാജാക്കന്മാരാണ്. അപ്പോൾ താരരാജാക്കന്മാരാകുമ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കയായാലും അവരുടെ റോള് കൊടുക്കുന്നതിൻ്റെ കാര്യത്തിൽ സംവിധായകന് ഈക്വാലിറ്റി അല്ലെങ്കിൽ ഒരേപോലത്തെ ഒരു റേഞ്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫാൻസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ 5 മിനിറ്റിൻ്റെ ക്യാമിയോ റോളാണ് അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ ക്യാമിയോ റോൾ മാത്രമേ ഉള്ളൂ, അത് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ട് പോയാൽ മതി എന്നുള്ള ആ ചർച്ചയ്ക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ല. 50 മിനിറ്റ് നിറഞ്ഞു നിൽക്കുന്ന താരമാമാങ്കം കാണാൻ പേട്ടീറ്റിലുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകൻ്റെ റേഞ്ചിനോട് ഒപ്പം നിൽക്കുന്ന റേഞ്ച് തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ലാലേട്ടനും മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് വളരെ ഹൈ റേഞ്ച് ഐറ്റംസാണ്. എങ്ങനെയാണ് ലാലേട്ടനായാലും മമ്മൂക്കായാലും റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റേഞ്ച്, ഹൈ വോൾട്ടേജ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഹൈ വോൾട്ടേജ് ഉള്ള ഐറ്റംസുകൾ എന്താവും, അത് ഹൈ വോൾട്ടേജിൽ തന്നെ നിൽക്കുള്ളൂ. അതെന്ത് ചെയ്യില്ല, അത് മറ്റേ ലോ വോൾട്ടേജിലേക്ക് പോവില്ല, അത് കുറഞ്ഞ വോൾട്ടേജിലേക്ക് അല്ലെങ്കിൽ ലോ റേഞ്ചിലേക്കൊന്നും പോവില്ല. അത് ആ ഹൈ റേഞ്ച്, ആ ഹൈ വോൾട്ടേജിലേക്ക് തന്നെ പോവുള്ളൂ. ഇനി എന്ത് ചെയ്യണം, 5 മിനിറ്റിൻ്റെ റോളാണ് 10 മിനിറ്റിൻ്റെ റോളാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. സംഭവം കിടുകിണ്ണാച്ച ഐറ്റംസ്, കിടുകിണ്ണാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടുകിണ്ണാച്ച ഐറ്റംസാണ് ഈ പൊട്ടാൻ വേണ്ടി പോകണം. തൃശ്ശൂർ പൂരത്തിൻ്റെ അമ്മുട്ട് പൊട്ടണം പോലെ ഡും 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്നിച്ചെതറാൻ വേണ്ടി പോവാണ്. തിയേറ്ററൊക്കെ തന്നെ പൂരപ്പറമ്പാവും. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ലെവലിലേക്കുള്ള മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത റേഞ്ചിലേക്കുള്ള, ഇന്ന് വരെ കാണാത്ത ലെവലിലുള്ള ഐറ്റംസാണ് ഈ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കാണാൻ വേണ്ടി ആകാംക്ഷയോടുകൂടെ ആരാധകർക്ക് എന്താ പറയുക, ആരാധകർക്ക് തന്നെ ആകാംക്ഷയാണ്, ആകാംക്ഷ നിറഞ്ഞു നിൽക്കണം. ആക്രാന്നൊക്കെ പറയില്ലേ, അത് കാണാനുള്ള ആകാംക്ഷയോടെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കത്തി നിൽക്കണം. അതായത് റിലീസാണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിങ്ങനെ ബും 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 എന്നുള്ള ലെവലിൽ ഇങ്ങനെ പൊട്ടുമ്പോൾ കണ്ടല്ലോ, അവരുടെ താരരാജാക്കന്മാരുടെ പെർഫോമൻസിൻ്റെ ഇങ്ങനെ കാണുമ്പോൾ ആരാധകർക്ക് ഇങ്ങനെ ആവേശത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ എന്താ പറയുക, തിയേറ്ററൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ മമ്മൂക്കയുടെ ഫാൻസ്, ഒരു സൈഡിൽ ലാലേട്ടൻ്റെ ഫാൻസ്, അതുപോലെ തന്നെ ഫഹദ് ഫാസിലിൻ്റെ ടീം വേറെ, കുഞ്ചാക്കോബൻ്റെ, അങ്ങനെ താരനിര ഗംഭീരമായ താരനിരല്ല. അപ്പോൾ അവരുടെ ഫാൻസുകളും സ്വാഭാവികമായിട്ട് നെഞ്ചേറ്റി വാഴും എന്നൊക്കെ പറയുന്ന പോലെ പേട്രിയറ്റിനെ മലയാളികൾ 2 കൈയും നീട്ടി സ്വീകരിക്കും. അപ്പം എന്ത് ചെയ്യണ്ട, കാമിയോ റോളാണ് 5 മിനിറ്റാണ് 10 മിനിറ്റാന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കാൻ നിൽക്കണ്ട. റേഞ്ച് ഹൈ റേഞ്ചാണ്, വോൾട്ടേജ് ഹൈ വോൾട്ടേജാണ്. തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ലെവലാവും. ആ ലെവലിലേക്കുള്ള വോൾട്ടേജും ആ ലെവലിലേക്കുള്ള റേഞ്ചും ആയിട്ടാണ് സിനിമ വരാൻ വേണ്ടി പോകുന്നത്. ഇനി അത് കിടന്നിട്ട് അങ്ങനെ എങ്ങനെയെന്ന് പറയാൻ നിൽക്കണ്ട. അപ്പോൾ റേഞ്ച് എന്താണ്, ഹൈ റേഞ്ച്, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ വോൾട്ടേജ്. അപ്പോൾ പ്രത്യേകം മറക്കണ്ട. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു ചെറിയ കാര്യം, നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.